വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ദിസ് ഈസ് സരിത ഫ്രം സരിതാസ് വ്ലോഗ്. എല്ലാ സയൻസ് വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ടോപ്പിക് എന്താണെന്നല്ലേ? ഒരു കാൽക്കുലേറ്ററിന്റെ സഹായമില്ലാതെ, ഒരു ലോഗരിതം ടേബിളിന്റെ സഹായമില്ലാതെ എങ്ങനെ ഒരു നമ്പറിന്റെ ലോഗരിതം കാണാം, ആന്റി ലോഗരിതം കാണാം. നമുക്കറിയാം, വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ തന്നെ കാൽക്കുലേറ്ററോ അതല്ലെങ്കിൽ ലോഗരിതം ടേബിളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്നാൽ ഈ കാൽക്കുലേറ്ററും ലോഗരിതം ടേബിളും ഒക്കെ ഉപയോഗിച്ച് പരിശീലനം കിട്ടിയിട്ടുള്ള കുട്ടികള് പലപ്പോഴും ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ തന്നെ പരാജയപ്പെടുന്നത് കാണാറുണ്ട്. അതായത് അവർക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും. അത് മാത്രമല്ല, CBSE സ്റ്റേറ്റ് ഏത് ക്ലാസ്സിലെ കുട്ടികളായിക്കോട്ടെ, അത് +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, അത് സയൻസ് പഠിക്കുന്ന, ഫിസിക്സ് പഠിക്കുന്ന, കെമിസ്ട്രി പഠിക്കുന്ന, മാത്സ് പഠിക്കുന്ന ഏത് കുട്ടികളും ആയിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ ഇന്നത്തെ എന്റെ വീഡിയോ പ്രയോജനപ്പെടും, യാതൊരു സംശയവുമില്ല. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, കമന്റും ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് എനിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കോമൺ ലോഗരിതത്തിനെ കുറിച്ചാണ്. ദ ലോഗരിതം ഓഫ് എ നമ്പർ ടു ബേസ് 10 ഈസ് കോൾഡ് കോമൺ ലോഗരിതം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ലോഗരിതം തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കോമൺ ലോഗരിതം ഉണ്ട്, മറ്റൊന്ന് നാച്ചുറൽ ലോഗരിതം ഉണ്ട്. ഈ നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ LN എന്നൊക്കെ എഴുതുന്നതാണ്. LN ഇത് നമ്മൾ നാച്ചുറൽ ലോഗരിതം എന്നാണ് പറയാ. കോമൺ ലോഗരിതം എന്ന് പറയുമ്പോൾ നമ്മൾ ലോഗ് ഇങ്ങനെ എഴുതിയിട്ട് ടു ദ ബേസ് 10 ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് ബേസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ പല നമ്പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാം. ഞാൻ ഇവിടെ പറയുന്നത് ലോഗ് ടു ദ ബേസ് 10. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വായിക്കേണ്ടത് ലോഗ് ടു ദ ബേസ് 10 എന്നാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു നമ്പറിന്റെ കോമൺ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ അതിന് 2 പാർട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ക്യാരക്ടറിസ്റ്റിക് പാർട്ട് എന്നും മറ്റൊന്ന് മാൻഡിസ പാർട്ട് എന്നുമാണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് പാർട്ട് എന്ന് പറയുന്നത് അതൊരു ഇന്റഗ്രൽ പാർട്ടാണ്. അത് 0 ആകാം, പിന്നെ നമ്മളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റീജർ ആകാം, നെഗറ്റീവ് ആയിട്ടുള്ള ഇന്റീജർ ഒക്കെ ആകാം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു മാൻഡിസ പാർട്ടാണെന്ന്. മാൻഡിസ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഡെസിമൽ പാർട്ടാണ്. അപ്പൊ ഒന്ന് ഇന്റഗ്രൽ പാർട്ടും മറ്റൊന്ന് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡെസിമൽ പാർട്ടുമാണ്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ലോഗ് 8.34 ടു ദ ബേസ് 10. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.9198 ആണ്. ഈ ഒരു ഡെസിമൽ പോർഷന് മുൻപുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പാർട്ട്. ഇനി ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പോർഷൻ കണ്ടോ, 9198 എന്ന് എഴുതിയിട്ടുള്ളത്, ഇതാണ് ഇവിടുത്തെ മാൻഡിസ പാർട്ട്. ഇത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡെസിമൽ പാർട്ടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതി തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളൊരു നമ്പറിന്റെ ലോഗരിതവും ആന്റി ലോഗരിതവും ഒക്കെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത് നല്ലപോലെ പഠിച്ചിരിക്കണം. അപ്പോ അങ്ങനെ അറിഞ്ഞിരിക്കാനും പഠിച്ചിരിക്കാനും വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് കുറച്ച് ലോഗരിതം റൂൾസ് അറിയാനുണ്ട്. ഈ ലോഗരിതം റൂൾസ് എന്ന് പറയുന്നത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ റൂൾ ആണ്. ലോഗ് x റേസ് ടു n. ലോഗ് x റേസ് ടു n is equal to n log x. ഇനി രണ്ടാമത്തത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. ലോഗ് u ഇൻറ്റു വി. ലോഗ് u ഇൻറ്റു വി എന്ന് പറയുന്നത് ലോഗ് u പ്ലസ് ലോഗ് വി. ഇനി മൂന്നാമത്തത് കോഷ്യന്റ് റൂൾ എന്നാണ് പറയുന്നത്. ലോഗ് u ബൈ വി ആൻഡ് ലോഗ് u ബൈ വി ഇസ് ഈക്വൽ ടു ലോഗ് u മൈനസ് ലോഗ് വി. ദെൻ ഫോർത്ത് വൺ ലോഗ് x y റേസ് ടു n. x y റേസ് ടു n എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് ലോഗ് x പ്ലസ് n ലോഗ് y. ദെൻ ലോഗ് x ഇൻറ്റു 10 റേസ് ടു മൈനസ് 5. ഈ ഒരു ഫോമിലുള്ളതിനെ ഞാനൊരു രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്. x ഇൻറ്റു 10 റേസ് ടു മൈനസ് 5. അപ്പൊ നമ്മൾ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ഒരു പാർട്ടാണ് മൈനസ് y പ്ലസ് ലോഗ് x എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഫോർമുലാസ് ആണ് കേട്ടോ.
ഇനി log 10 to the base 10, it is always 1, and this is known as the identity rule. Okay. ഇനി log 1 to the base 10 is equal to 0, and this is the 0 rule. ഇനി exponent rule ആണ് log 10 raised to x to the base 10, that is equal to x. അപ്പൊ log 10 raised to 6 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഇവിടെ 6 എന്ന് പറഞ്ഞിട്ട് വരും. എക്സാമ്പിൾ. അപ്പൊ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള ഈ റൂൾസ് അറിയേണ്ടതുണ്ട്, ഇത് പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾ മാത്സിലൊക്കെ കടന്നു വരുന്നതാണ്. എന്താ പറയാ, ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾ അവിടെ കൂടുതൽ പഠിക്കും. എന്നാലും ബേസിക് ആയിട്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോ ലോഗരിതമിക് റൂൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഈ ലോഗരിതമിക് റൂൾസ് മാത്രം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? കുറച്ച് നമ്പറുകളുടെ ലോഗരിതമിക് വാല്യൂസ് ആണ്. ആ ലോഗരിതമിക് വാല്യൂസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ലോഗ് 1 തൊട്ട് ലോഗ് 10 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതില് 1ഉം 10ഉം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെയുള്ളത് ഒരു 8 നമ്പറിന്റെ ലോഗരിതമിക് വാല്യൂസ് പഠിക്കാന്നുള്ളതാണ്. അപ്പൊ ലോഗ് 2 എന്ന് പറയുന്നത് 0.30, ലോഗ് 3 is 0.48, ലോഗ് 4 is 0.60, ലോഗ് 5 is 0.70, ലോഗ് 6 is 0.78, ലോഗ് 7 is 0.84. ഈ 3യുടെ വാല്യൂവിനെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലോഗ് 7 നമുക്ക് കിട്ടും. ലോഗ് 8 എന്ന് പറയുന്നത് 0.90 and ലോഗ് 9 is 0.95. അപ്പോ ഇങ്ങനെ വരുന്ന ഒരു 10 ലോഗരിതമിക് വാല്യൂസ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു ടോപ്പിക് എടുക്കണേല് കാര്യമില്ല. ഇതിൽ തന്നെ നിങ്ങൾ ഒന്നും കൂടി സ്ട്രെസ് കൊടുക്കുക ഈ ലോഗ് 2, ലോഗ് 3, ലോഗ് 5, ലോഗ് 7, ലോഗ് 9 എന്നുള്ളതിനൊക്കെ. നമുക്ക് എപ്പോഴെപ്പോഴും ആവശ്യം വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. ബാക്കി അറിയണ്ടെന്നല്ല, ഇത് മൊത്തം പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പൊ ഞാനിനി അധികം വാചകടിക്ക് നിൽക്കുന്നില്ല, കാരണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യണം, ഇത് കൂടുതൽ മനസ്സിലാക്കണ്ടേ. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് വൺ, ലോഗ് 6. ലോഗ് 6 എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു ടേബിളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലോഗ് 6 is equal to 0.78 ആണെന്നുള്ളത്. ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അതല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. അപ്പോ ലോഗ് 6നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ലോഗ് 2 into 3. ലോഗ് 2 into 3 എന്ന് പറയുന്നത് ഇതൊരു പ്രോഡക്റ്റ് റൂളിന്റെ ഫോമിലായിട്ട് മാറി. പ്രോഡക്റ്റ് റൂളില് ലോഗ് 2 പ്ലസ് ലോഗ് 3 എന്നാണല്ലോ. ഇനി ലോഗ് 2 എന്ന് പറയുന്നത് 0.30 അല്ലേ? ലോഗ് 3 എന്ന് പറയുന്നതോ? വാട്ട് ഈസ് ലോഗ് 3? ഇറ്റ് ഈസ് 0.48. അപ്പൊ എന്ത് കിട്ടി? 0.78. അപ്പൊ ലോഗ് 6 എന്താ? 0.78. അപ്പൊ അതുകൊണ്ടാണ് ലോഗ് 6 എന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ലോഗ് 2, ലോഗ് 3 ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ലോഗ് 6 പോലെയുള്ള വാല്യൂസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള വാല്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ ചെറിയ ഡിജിറ്റിലേക്ക് കൊണ്ടുവരാം. നമുക്ക് അറിയാവുന്ന ഡിജിറ്റിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ആ ലോഗരിതം വാല്യൂസ് അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ആൻസർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 0.48 ഈക്വൽ ടു 0.78. ഓക്കെ, നെക്സ്റ്റ് ലോഗ് 16. അപ്പൊ ലോഗ് 16 എന്ന് പറയുമ്പോ നമ്മൾക്ക് ഇതിലുള്ള വാല്യൂ ഒന്നുമല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിലേക്കുള്ള ഒരു വാല്യൂ ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോ നമ്മൾ സ്ക്വയർ അറിഞ്ഞിരിക്കണം, ക്യൂബ് റൂട്ട് അറിഞ്ഞിരിക്കണം, ഫോർത്ത് റൂട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് ഈസി ആയിട്ട് കാൽക്കുലേഷൻ നടത്താനായിട്ട് പറ്റും. അപ്പൊ ലോഗ് 16 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ലോഗ് 4 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ലോഗ് 4 സ്ക്വയർ എന്ന് പറയുന്നത് അത് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ഒരു ഫോമിലേക്കായിട്ട് മാറും. എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ലോഗ് എക്സ് എന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2 ലോഗ് 4. ദാറ്റ് ഈസ് 2 into what is log 4? It is 0.60. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1.20. കണ്ടോ ആൻസർ കിട്ടുന്നത്?
അപ്പൊ ലോഗ് 16 എന്ന് പറയുന്നത് 1.20 ആണ്. അപ്പൊ നമ്മൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. കറക്റ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിനോട് നിയറസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ലോഗ് 16 എന്ന് പറയുന്നതിന്റെ വാല്യൂ ഈ ഒരു വാല്യൂവിനോട് നിയറസ്റ്റ് ആയിട്ട് വന്നിരിക്കും. ചിലപ്പോ ഒരു 0.01 0.0 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ മതി. കാൽക്കുലേഷൻ കുറച്ച് ഫാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അടുത്തത് ലോഗ് 2 into 10⁻²2. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാം? ഇത് xy⁻n ന്റെ ഫോമിലായിട്ട് മാറി. ലോഗ് xy⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് y പ്ലസ് ലോഗ് x എന്നാണ്. ഇനി ഇപ്പൊ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇറ്റ് ഈസ് -y പ്ലസ് ലോഗ് x എന്ന് വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്ന ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നമുക്ക് എങ്ങനെ ചെയ്യാം? 2 പ്ലസ് ലോഗ് 2. അപ്പോ ലോഗ് 2 എന്ന് പറയുന്നത് എന്താ? 0.30. സോ ദ ആൻസർ ഈസ് 2.30. കണ്ടോ? ഒക്കെ അപ്പൊ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ലോഗ് 0.07 ഡിവൈഡഡ് ബൈ 0.02. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പരമാവധി ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കൂ കേട്ടോ. ലോഗ് 0.07 മക്കളെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ലോഗ് 7 into 10⁻² എന്ന് എഴുതിക്കൂടെ? സയന്റിഫിക് നൊട്ടേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 0.02നെ 2 into 10⁻² എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. ഇപ്പൊ ഈ ഫോമിലായിട്ട് മാറിയില്ലേ? ഇത് മാറി. ഇത് u/v മെത്തേഡ് ആണ് അല്ലെ? അപ്പൊ u/v എങ്ങനെയാ നമ്മൾ ചെയ്യാ? ലോഗ് 7 into 10⁻² മൈനസ് എന്താ വരിക? ലോഗ് u മൈനസ് ലോഗ് v എന്നാണ്. അപ്പൊ ലോഗ് 2 into 10⁻² എന്ന് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യാ? -2 പ്ലസ് ലോഗ് 7 മൈനസ് -2 പ്ലസ് ലോഗ് 2. ഇങ്ങനെ കിട്ടില്ലേ? ഇനി ലോഗ് 7 എന്ന് പറഞ്ഞാൽ എന്താ? 0.84. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോ എന്താ വരിക മക്കളെ? ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ് കേട്ടോ. മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ് ആവും. ഇവിടെ മൈനസ് ഉണ്ടായിരുന്നത് ഉള്ളിലേക്ക് വന്നപ്പോ അത് മൈനസ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ -2ഉം +2ഉം ക്യാൻസൽ ചെയ്യാം. ലോഗ് 7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.84. then minus what is log 2? It is 0.30. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇനി? 0.84 മൈനസ് 0.30. ആൻസർ എന്ത് കിട്ടി? 0.54. കണ്ടോ? അപ്പോ ലോഗ് 0.07 ഡിവൈഡഡ് ബൈ 0.02ന്റെ വാല്യൂ ആണ് 0.54 ആയിട്ട് നമുക്ക് കിട്ടിയത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, കിട്ടും. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഇങ്ങനെയുള്ള ഈ നമ്പർ ബൈ ഹാർട്ട് പഠിക്കാനല്ല. ഇത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പ്രോഡക്റ്റ് റൂൾ പറഞ്ഞു, കോഷ്യൻ റൂൾ പറഞ്ഞു, പവർ റൂൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമുക്ക് പല സിറ്റുവേഷൻസിലും പല രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അല്ലാണ്ട് ഒരേ നമ്പർ തന്നെ ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഈ 4 ടൈപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നോക്കാം. ഞാനത് മാറ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ലോഗ് 3.28 into 10⁻². അപ്പൊ ഇത് xy⁻n ഫോം ആണ്. ശരി, ഞാൻ തർക്കത്തിനില്ല, കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂസ് വരുമ്പോ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത്തരം പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളതായിട്ടുണ്ടാവുക. 3.28 into 10⁻²നെ ഞാൻ എങ്ങനെ എഴുതാന്ന് പറഞ്ഞത്? 2 പ്ലസ് ലോഗ് 3.28. ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനെ
ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോ ലോഗ് 3 പ്ലസ് 0.28 ഒരു ഡെസിമൽ പാർട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 2 നമ്മൾ ഇവിടെ ഇടുക. ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. 2 പ്ലസ് വാട്ട് ഈസ് ലോഗ് 3? നമുക്കറിയാം ലോഗ് 3 എന്ന് പറയുന്നത് 0.48 ആണെന്ന്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത്. ഈ 3.28 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 3ന്റെയും 4ന്റെയും ഇടയിലാണ് വരുന്നത് അല്ലെ. അതായത് ലോഗ് 3യുടെയും ലോഗ് 4ന്റെയും ഇടയിലാണ് ഈ 3.28 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂ വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ശ്രദ്ധിക്കുക. ലോഗ് 3 എന്ന് പറയുന്നത് നമുക്കറിയാം 0.48. ലോഗ് 4 എന്ന് പറയുന്നത് അറിയാം ഇറ്റ് ഈസ് 0.60. ഇനി നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കാണണം. അപ്പൊ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ വാല്യൂ നോക്കുക. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇതിനോട് ഏത് വാല്യൂവിന്റെ അടുത്താണ് ഈ വാല്യൂ വരുന്നതെന്നുള്ളതൊന്നും ശ്രദ്ധിക്കുക. അതായത് ഈ ലോഗ് 4 ആണോ 5 ആണോ ലോഗ് 3ന്റെയും 4ന്റെയും ഇടയിലാണോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിവിടെ ഈ ഒരു വാല്യൂവിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു 3.28 എന്ന് പറയുന്നത് ലോഗ് 3യുടെയും ലോഗ് 4ന്റെയും ഇടയിൽ വരുന്ന ഒരു വാല്യൂ ആണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അത് ഏത് നമ്പർ ആയിക്കോട്ടെ അത് ഏത് നമ്പേഴ്സിന്റെ ഇടയിലാണ് വരുന്നതെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ലോഗ് 3 നമ്മൾ വാല്യൂ നമുക്ക് അറിയാം, ലോഗ് 4ന്റെ വാല്യൂ നമുക്ക് അറിയാം. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണുക. ഇനി ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0.12 കിട്ടും അല്ലെ. വലുതിന്ന് ചെറുത് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോ 0.60 മൈനസ് 0.48 ആവുമ്പോ 0.12 ആണ് കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത് നമ്മള് ഈ ഒരു ഡെസിമൽ പാർട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത്? ഈ ഒരു ഡിഫറൻസ് എത്ര ആയിക്കോട്ടെ അത് ഈ ഒരു ഡെസിമൽ പാർട്ട് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 28 into 12. 8 into 2 16. 1 2 2s are 4 5 188 and 122. അപ്പൊ 6 13 1 3. അപ്പൊ നമ്മള് 4 ഡെസിമൽ പാർട്ട് വന്നു അല്ലെ. 1 2 3 4. അപ്പൊ 0.0336 എന്ന് കിട്ടിയല്ലോ. കിട്ടിയില്ലേ? ഇനി ഇത് ഈ ഒരു 0.48ന്റെ കൂടെ ആഡ് ചെയ്യുക. കാരണം ഇതിന്റെ മൊത്തം വാല്യൂ ആണല്ലോ ഇത്. അപ്പൊ ആദ്യം ലോഗ് 3യുടെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം പ്ലസ് എന്ത് ചെയ്യാ? 0.0336 ചെയ്യാം. അപ്പോ 0.486381 0.5136 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 2 പ്ലസ് 0.5136 എന്താ വരിക? ഫൈനൽ 2.5136 അല്ലെങ്കിൽ 2.513 അല്ലെങ്കിൽ 2.5. ഇതൊക്കെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. 2.5ന്റെ അടുത്ത് എന്തായാലും ആ വാല്യൂ ഉണ്ടാവും, യാതൊരു സംശയവും. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ലോഗ് 0.009423. അപ്പൊ എന്താ ചെയ്യാ? ഈ ഒരു വാല്യൂനെ സയന്റിഫിക് നൊട്ടേഷന്റെ രീതിയിലേക്ക് എഴുതുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആണ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലോഗരിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു കേട്ടോ. 9.423 into 10⁻³ എളുപ്പമായി. അപ്പോ നമ്മള് xy⁻n ഫോമിലേക്കായിട്ട് മാറി. ഇനി എന്താ ചെയ്യാ? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് -3 പ്ലസ് ലോഗ് 9.423 എന്ന് വരും. ശരിയല്ലേ? ഇനി നമ്മൾ നേരത്തെ ഇതേ മെത്തേഡ്, ഒരു വ്യത്യാസവും ഇല്ല, ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. -3 ഇവിടെ ഇടുക, പ്ലസ് ലോഗ് 9 നമ്മൾ കാണണം. അതിന്റെ ഒപ്പം ഈ ഡെസിമൽ പാർട്ടിന്റെ വാല്യൂ നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ആഡ് ചെയ്യണം. ഇതാണ് നമ്മളുടെ പണി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ഒരു വാല്യൂ
9.423 എന്ന് പറയുന്നത് ലോഗ് 9-ന്റെയും ലോഗ് 10-ന്റെയും ഇടയിൽ വരുന്നതാണ് അല്ലേ? അപ്പോ ലോഗ് 10 എന്ന് പറയുന്നത് 1 ആണല്ലോ. ഇനി ലോഗ് 9 എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇറ്റ് ഈസ് 0.95. ഇനി അതിന്റെ ഡിഫറൻസ് കാണാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.05 എന്നുള്ളത് കിട്ടി. 0.05 എന്ന് പറഞ്ഞൊരു ഡിഫറൻസ് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വാല്യൂ ഇവിടെ കിട്ടിയിട്ടുള്ള ഡെസിമൽ പാർട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ ചെയ്യാം? ഞാൻ ഡെസിമൽ പാർട്ടൊക്കെ കളഞ്ഞിട്ട് അല്ലാതെ ചെയ്യാണ് കേട്ടോ. നമുക്ക് അവസാനം ഡെസിമൽ ഒക്കെ ഇടാം. 3 5s are 15, 1 2 5s are 10, 11 1 4 5s are 20, 21. അപ്പൊ നമുക്ക് എത്ര ഡെസിമൽ പാർട്ട് ഉണ്ട്? 1 2 3 4 5. 1 2 3 4.02115. ഇത് കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്? ഇതിന്റെ കൂടെ ഈ ഒരു നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ. Now minus 3 plus what is log 9? It is 0.95 plus 0.02115. അപ്പൊ നമുക്ക് 0.95 ആഡ് ചെയ്യാം. ഇത് കിട്ടും 115 7 0.97115. അപ്പൊ -3 പ്ലസ് 0.97115 നമുക്ക് 12 എന്ന് എഴുതാം. ഇത് -3 ആണ്, ഇത് പ്ലസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 2.0288. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലെ? കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? തെറ്റിക്കൊന്നും ചെയ്യരുത്. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഇത് ആദ്യമൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും, എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡായിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നു, എന്തായിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലോഗ് 0.160 ഡിവൈഡഡ് ബൈ 0.002 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ സ്റ്റാൻഡ് വിടുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാനുള്ള ഒരു സന്മനസ് പോലും കാണിക്കാത്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മക്കളെ, ഇത് വളരെ ഈസിയാണ്. ഒരു കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾക്ക് ഈ ഒരു വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റൂൾസ് അത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ലോഗ് 0.16നെ 16 × 10⁻² എന്ന് എഴുതാലോ. സയന്റിഫിക് നൊട്ടേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി 0.002നെ എങ്ങനെ എഴുതാം മക്കളെ? 2 × 10⁻³ എന്ന് എഴുതിക്കൂടെ? അതും സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ചേട്ടനെ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. ഇനി 16 × 10⁻², ഇതിവിടെ നിൽക്കട്ടെ, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് 2 സ്ക്വയർ? ഇറ്റ് ഈസ് 4. 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 10⁻6 അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ലോഗ് 16/4 എന്ന് പറയുന്നത് 4 ആണ്. ലോഗ് 4 × 10⁻² -2 × 10�6 അല്ലേ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 4 × 10⁻4 എന്നായില്ലേ ഇപ്പോ ഇത്? കണ്ടോ എത്ര ഭംഗിയാക്കി ഒരു നമ്പറിലേക്ക് കൊണ്ടുവന്നു. ഇനി 4 പ്ലസ് ലോഗ് 4 അല്ലേ? ലോഗ് 4 × 10⁻4 എന്ന് പറയുന്നത്. And what is log 4? It is 0.60. നമുക്ക് ആൻസർ കിട്ടി 4.60. കണ്ടില്ലേ ഇത്ര വേഗം കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത്തരം പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇവിടെ കാൽക്കുലേറ്ററിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ലോഗരിതം എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആന്റി ലോഗരിതം എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി അറിയണ്ടേ? എന്നാലല്ലേ അത് പൂർണ്ണാവുള്ളൂ. നമുക്ക് നോക്കാം. ആന്റി ലോഗ് ഓഫ് 15.6. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടുതലായിട്ട് വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയില്, കെമിക്കൽ കൈനറ്റിക്സില്, അതുപോലെ തന്നെ കെമിക്കൽ ഈക്വിലിബ്രിയത്തില്. ഇവരെല്ലാം തന്നെ ആന്റി ലോഗരിതം കാണാൻ വരാറുണ്ട്. എസ്പെഷ്യലി ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ കാണാനായിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാറുണ്ട്. ലോഗ് kc is equal to ഒരു പെർട്ടിക്കുലർ വാല്യൂ, ലെറ്റ് ഇറ്റ് ബി x. അപ്പൊ kc കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആന്റി ലോഗ് ഓഫ് ദാറ്റ് വാല്യൂ അല്ലെ?
അപ്പോ ആന്റി ലോഗ് ഓഫ് ദാറ്റ് വാല്യൂ അപ്പൊ നമ്മൾ നേരെ തന്നെ എന്ത് ചെയ്യും, കാൽക്കുലേറ്ററിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കും, വാല്യൂ എഴുതും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പൊ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ നമുക്ക് ചെയ്യാൻ വഴിയുണ്ട്, അതല്ലേ നമ്മൾ പഠിക്കണേ ഇപ്പോ. അപ്പോ ആന്റി ലോഗ് ഓഫ് 15.6 ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു ലോഗരിതത്തിന്റെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, അത് ആന്റി ലോഗരിതം ആയിക്കോട്ടെ ലോഗരിതം ആയിക്കോട്ടെ, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഈ ഡെസിമൽ പാർട്ടിന് മുൻപുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക് പാർട്ട്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മാന്റിസ എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഈ പാർട്ട് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എപ്പോഴും പവർ ആയിട്ട് 10ന്റെ പവർ ആയിട്ടാണ് ആൻസറിൽ എഴുതേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് എന്തായിക്കോട്ടെ, അത് മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ, എന്തായിരുന്നാലും അത് 10ന്റെ പവർ ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ആൻസറിൽ എന്ത് വരും മക്കളെ, ഇൻടു 10⁻15 ഈ കേസിൽ കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂ ആണ്. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് അപ്പോഴും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഈ ഒരു ലോഗരിതമിക് വാല്യൂസ്, ഒരു ലോഗ് 5 എന്ന് പറഞ്ഞ് നമ്മൾ 0.70 എന്ന് വാല്യൂ കിട്ടിയല്ലോ. അപ്പോ ആന്റി ലോഗ് ഓഫ് 0.70 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5. അപ്പൊ ലോഗരിതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആന്റി ലോഗരിതം എന്ന് പറയുന്നത്. അപ്പോ ആന്റി ലോഗരിതം ഓഫ് 0.84 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 7, ആ നമ്പർ മനസ്സിലായോ. ഇനി ആന്റി ലോഗരിതം ഓഫ് 0.90 എന്ന് പറയുന്നത് അപ്പൊ എന്താ, ഇറ്റ് ഈസ് 8. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ട് 0.6 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 6 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂല് എവിടെയാണ് മക്കളെ വരുന്നത്, 60 കണ്ടോ, 4ലാണ് വരുന്നത്. ലോഗ് 4 ആണ് 0.60 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി 4 × 10⁻15 കണ്ടോ, 0.6. അപ്പൊ നിങ്ങള് ഈ വാല്യൂ നല്ലോണം പഠിച്ചു വെക്കണം. ലോഗ് 4 എന്ന് പറയുന്നത് 0.60 ആണെന്ന് അറിയണം. 0.60ന്റെ ആന്റി ലോഗരിതമിക് വാല്യൂ ഈ ഒരു നമ്പറുകളാണെന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. രണ്ട് രീതിയിലും പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഇവിടെ. ഓക്കെ, അപ്പോ 0.60 എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് അല്ലെ. അപ്പൊ ലോഗ് 4 എന്നല്ല എഴുതിയേക്കുക, ആ ഒരു വാല്യൂ, ആ ഒരു നമ്പർ ആണ് എഴുതേണ്ടത്. അപ്പൊ 4 × 10⁻15 ആണ് ആന്റി ലോഗ് ഓഫ് 15.6 എന്ന് പറയുന്നത്. ഇനി ആന്റി ലോഗ് ഓഫ് 0.78 എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 0 10⁻0 ആണ്. 10⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ നമുക്ക് അവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ ഡെസിമൽ പാർട്ട് 0.78 നമ്മൾ ഇതില് ഏതിലാണെന്നുള്ളത് നോക്കുക. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് 0.78 ഇറ്റ്സ് റിലേറ്റഡ് ടു 6. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി 6. ഉണ്ടോ, ഇത്ര ഈസി ആണെന്ന് നോക്കൂ. ഇനി ആന്റി ലോഗ് ഓഫ് 3.84. അപ്പൊ എന്താ ചെയ്യാ മക്കളെ, എന്താ ചെയ്യുന്നത്, ഇൻടു 10⁻3 എന്ന് നമ്മളിവിടെ എഴുതണം. ഇനി 0.84 എന്ന് പറയുന്നതിൽ ഏതാ വരുന്നത്, 7 ആണ്. അപ്പൊ 7 × 10⁻3 ആണ് അതിന്റെ ആൻസർ. ആന്റി ലോഗ് ഓഫ് 3.84 എന്ന് പറയുന്നത് ഇത് 7 × 10⁻3 അല്ലേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതാണ് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും അല്ലെ. ഇനി ചിലപ്പോഴൊക്കെ ഈ 3ന്റെ മുകളിൽ ഇതുപോലെ കാണാട്ടോ. ഇതിനെ നമ്മൾ പറയുന്നതാണ് ബാർ 3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ബാർ 2 -2 എന്നല്ല ഇങ്ങനെ വായിക്കേണ്ടത്, ബാർ 2 ഇങ്ങനെ. ഇപ്പോ ഇത് 2 ആണെങ്കിൽ അത് 3 ആണെങ്കിൽ അങ്ങനെ 4 ആണെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ. ഇത് എത്രയാണോ ഇതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ -3 ആയിട്ട് എഴുതണം. ഇവിടെ എഴുതുമ്പോ നമ്മൾ ബാർ 3 ആയിട്ടല്ല എഴുതേണ്ടത്. ഇവിടെ എഴുതുമ്പോ അത് 10ന്റെ പവർ -3 ആയിട്ട് എഴുതണം. ഇനി ഇവിടെ 2 ആണ് വന്നതെങ്കിൽ നമ്മൾ എന്തെഴുതും, 10⁻2 എന്ന് എഴുതും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ബാർ 2.84 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ മക്കളെ, -2 + 0.84 എന്നാണ്. ബാർ 2.84നെ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് -2 + 0.84 എന്നാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പാർട്ട്, ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോൺ നെഗറ്റീവ് ഡെസിമൽ പാർട്ട് ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോ
ഇതുപോലെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ എന്തായിക്കോട്ടെ ആ ഒരു വാല്യൂ നിങ്ങൾ 10ന്റെ പവർ ആയിട്ട് മൈനസ് ആയിട്ട് എഴുതുക. ഇനി ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുക. കണ്ടോ, ഇത്രയുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഈ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എക്സാമിന്. അപ്പൊ ആന്റിലോഗ് ഓഫ് -2.197 ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ക്വസ്റ്റ്യനില് ഈ ഒരു വാല്യൂന് മൊത്തം നെഗറ്റീവ് ചാർജ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ആന്റി ലോഗരിതം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കൂ. ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ നമ്പറിനെ ഒരു ക്യാരക്ടറിസ്റ്റിക് പാർട്ടും ഒരു മാന്റിസ പാർട്ടായിട്ട് മാറ്റണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അത് മൈനസ് ആവാം, പ്ലസ് ആവാം, സീറോ ഒക്കെ ആവാം. എന്നാൽ മാന്റിസ പാർട്ട് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഡെസിമൽ പാർട്ടാണ്. ഈ ഒരു വാല്യൂവിനെ സംബന്ധിച്ച് ഇത് മൊത്തം നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ നിങ്ങൾ ഈ ഡെസിമലിന് തൊട്ട് മുൻപുള്ള ഈ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക. അത് 2 ആണല്ലോ, മൈനസ് വാല്യൂ ഉണ്ട് താനും അല്ലെ. ഈ 2ന്റെ തൊട്ടടുത്ത് വരുന്ന ഇന്റീജർ ഏതാണ് മക്കളെ? അറിയാം, ഇസ് 3. ഓക്കെ, ഈ 3നെ നമ്മൾ ഇവിടെ ബാർ ഇട്ടിട്ട് എഴുതുക, ബാർ 3. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇവിടെയുള്ള മാന്റിസ പാർട്ട് ആണല്ലോ. ഈ മാന്റിസ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഈ 3 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോ ഇതിനെ ഇങ്ങനെ എഴുതും കേട്ടോ, 3 മൈനസ് ഈ ഒരു മൊത്തം വാല്യൂ നമ്മള് മൈനസ് ചെയ്യാം. ഇതിന്റെ ഡിഫറൻസ് കാണാം. അപ്പൊ 0.803 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ ഇവിടെ അടുത്ത് എഴുതേണ്ടത്. അപ്പോ ബാർ 3.803 എന്ന ഒരു ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി ഇതിന്റെ ആന്റി ലോഗ് ആണ് നമ്മൾ കാണേണ്ടത്. മനസ്സിലായോ? ആന്റി ലോഗ് ഓഫ് ബാർ 3.803 ഇതെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇതാണ് -3 പ്ലസ് 0.803 എന്നാണ്. ഇപ്പോ ഇതൊരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഡെസിമൽ പാർട്ട് ആയില്ലേ? ഇതൊരു ക്യാരക്ടറിസ്റ്റിക് പാർട്ട് എന്ന് പറയുന്നത് മൈനസ് ആവാം, പ്ലസ് ആവാം, സീറോ ഒക്കെ ആവാം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുമ്പോ ആൻസറിൽ ഞാൻ എന്ത് വരുന്ന പറഞ്ഞത്? ഇവിടെ എന്താണോ അത് 10ന്റെ പവർ ആയിട്ട് നമ്മൾ എഴുതണം. പിന്നെ കിട്ടേണ്ടത് ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വാല്യൂ നമ്മൾ പഠിച്ചിട്ടുള്ള വാല്യൂല് ഏത് വാല്യൂവിനോട് നിയറസ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 0.803 എന്ന് പറയുമ്പോ എവിടെയാ വരുന്നത്? 0.78ന്റെയും 0.84ന്റെയും ഇടയിലാണ് വരുന്നത് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് 6 എത്രയാണ്? 0.78. ഇനി ലോഗ് 7 എത്രയാണ്? 0.84. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ഇത് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ പകുതി ഒന്ന് എടുത്താലോ? ലോഗ് 6ന്റെയും ലോഗ് 7ന്റെ ഇടയിൽ വരുന്നതാണ് ലോഗ് 6.5 അല്ലെ? അപ്പൊ ലോഗ് 6.5 എടുത്തു. അപ്പൊ ഇതിനോട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0.78 പ്ലസ് 0.84 ചെയ്യാം. അപ്പോ നമുക്ക് 8 4 12 1 8 8 16 1.62 കിട്ടി. ഇനി ഇതിനെന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്? 1.62നെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 0.16 എന്ന് പറയുമ്പോ അത് 8 ആണ്. ദെൻ 0.81 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ? 0.81. അപ്പൊ നമ്മൾ മനസ്സിലാക്കി 0.81 എന്ന് പറയുന്ന ഇക്വാലന്റ് ആയിട്ടുള്ളത് 6.21 ആണ്. അതായത് ആന്റി ലോഗ് ഓഫ് 0.81 എന്ന് പറയുന്നത് 6.5 ആണെന്നുള്ളത്. പക്ഷെ ഇവിടെ 0.803 അല്ലേ? അപ്പൊ നമ്മൾക്ക് എന്ത് വിവരം മനസ്സിലായി? 6ന്റെയും 6.5ന്റെയും ഇടയിലാണ് വാല്യൂ വരുന്നുണ്ടാവുക. ആ ഒരു തിങ്കിങ് എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. 6ന്റെയും 6.5ന്റെയും ഇടയിൽ ഈ വാല്യൂ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 6ന്റെയും 6.5ന്റെ ഇടയിൽ നമുക്ക് 6.25 വരുമല്ലോ. നമുക്ക് നോക്കി നോക്കാം. അപ്പോ ലോഗ് 6.25 എന്താ ചെയ്യാ? ഇതേപോലെ സെയിം മെത്തേഡ് 0.78 പ്ലസ് 0.81 കാണുക 9 15
1.59 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 1.59 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 0.15 നമുക്കറിയാം 7 ആണ്, 19 ആവുമ്പോ അത് 9 ആണ്, 5 ആണ്. അപ്പൊ നമുക്ക് കിട്ടി 0.795 അല്ലേ? അപ്പൊ 0.795 അതിനോട് ഈക്വലന്റ് ആയിട്ട് ഏകദേശം വന്നിട്ടുണ്ട്. 0.80 എന്ന് പറയുന്നത് ഈക്വലന്റ് ആയി വന്നിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6.25 into 10⁻³ ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ആണ്. നമുക്ക് കാൽക്കുലേഷനിൽ ഇത് മതി. അപ്പൊ 6.25 നമുക്ക് ലാസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എഴുതാം 6.3 into 10⁻³ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ ശരിയാണോ എന്നുള്ളത്. 6.3 എന്ന വാല്യൂ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും, ഒരു സംശയമില്ല. ഇങ്ങനെയാണ് ആന്റി ലോഗരിതം കാണുക. അപ്പൊ ഇതൊന്ന് സ്പെഷ്യൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പാർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ വരുമ്പോഴും എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണ്ടേ? ഇതൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വരും, നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്നതാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ ഒരു എന്താ പറയാ അറിവില്ലായ്മയുണ്ട്, എങ്ങനെ ലോഗരിതം കാണാന്നുള്ളതിന് അറിവില്ലായ്മയുണ്ട്. അപ്പോ +2 സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നീറ്റ് ആസ്പിറൻസ് ആയിക്കോട്ടെ, ജിമെയിനോ ജി അഡ്വാൻസോ ഏത് കുട്ടികൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. അങ്ങനെ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.